ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെൻറ്റിലാണ് കിടന്നുറങ്ങിയത്. ഇവിടെ ടെൻറ്റുകൾ കണ്ടോ അതിനകത്ത്. ഇപ്പം രാവിലെ എണീറ്റ് 5:30 എണീറ്റ് നമ്മൾ ഫ്രഷായി. അവിടെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു, ചുക്ക് കാപ്പി, അതൊക്കെ കുടിച്ച് ഇനി 6:30 ജീപ്പ് സഫാരിയാണ്. ഇപ്പം 6:30 റെഡിയാന്ന് നോക്കുമ്പോൾ ടെൻറ്റിനകത്ത് കറണ്ടില്ല. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാ പുറത്തേക്ക്. ഇവർ ബേർഡ് വാച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം, പക്ഷെ ഒന്നിനെ കാണാൻ വയ്യ. വീടിൻ്റെ സൗണ്ട്, ബേഡ്സിൻ്റെ സൗണ്ട്. രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഏതോ ഒരു പക്ഷി പാടുന്നുണ്ടായിരുന്നു, വിസിൽ ചെയ്യണ പോലെ. ഇങ്ങനെ നല്ല രസമുള്ളൊരു സൗണ്ട്, പക്ഷെ എന്ത് പക്ഷിയാ അറിയില്ല. ഇവിടെ ഫുള്ള് ട്രീസ് ആയത് കണ്ടോ. നമുക്ക് പുഴയുടെ അങ്ങോട്ട് പോയി നോക്കാം. വേറെ റെഡിയാണോ? ഈ വലിയ വലിയ മരങ്ങളൊക്കെ തിങ്ങി, അതിനകത്ത് നമുക്ക് ബേഡ്സിനെ ഒന്നും കാണാൻ വയ്യ. അല്ലെങ്കിൽ സൂം ലെൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വേണം. ഇവിടെയൊക്കെ ടെൻ്റ് ഉണ്ട്, കുറേ ടെൻ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. രാത്രി സുഖമായിട്ട് ഉറങ്ങി, തണുപ്പൊന്നും അങ്ങനെ അടിച്ചില്ല. അയ്യോ, അവിടെ 8 കാലി വല. ഇതവൻ അലേർട്ടായി. ചില സ്ഥലത്തൊക്കെ 8 കാലി വലയാണ്. ഇവിടെയൊക്കെ ഫെൻസാ. എനിക്ക് തോന്നുന്നു കറണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ വേറെ ആനിമൽസും അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാ. ഇതിലെന്തോ സംഭവം ഉണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പം ഇതാണ് മോള. ഇന്നലെ ഞാൻ കാണിച്ചില്ലേ. അവിടെ ക്വാർട്ടേഴ്സൊക്കെ. ഇത് നമ്മളപ്പുറത്തെ പോയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇവിടെ ഒരു പാലമുണ്ട്. ഇത് ഔഷധ സസ്യോദ്യാനം കേട്ടോ. ഇതുണ്ടോ, കുളമാവ്, ഓരോ മരങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ സോളാർ ഫെൻസ്. ഇത് കറണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, സോളാർ ഫെൻസ്. സോളാർ പവറാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യണം ഫെൻസിൽ. താഴെ പുഴയുണ്ട്, നമുക്ക് അങ്ങോട്ട് കാണാൻ മേല. ചിലപ്പോൾ അവിടെ ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇതാണ് രാവിലെ ഈ ഔഷധ സസ്യങ്ങളുടെ കാറ്റൊക്കെ ശ്വസിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ്. എല്ലാ ദിവസം നമ്മൾ ടൗണിൽ പുകയൊക്കെ ആയിട്ടല്ലേ എണീക്കുന്ന. മരവെട്ടിത്താലി, ഈ മരത്തിൻ്റെ പേര്. നമ്മൾ കേൾക്കാത്ത എത്രയോ മരങ്ങൾ, പല മരങ്ങളുണ്ട്. ഇതെല്ലാം ഔഷധ സസ്യങ്ങൾ ഓരോന്ന് ഇവർ പിടിപ്പിച്ചേക്കുന്നു. കായാമ്പൂ എന്നാണോ എഴുതിയാണ്. സ്പെല്ലിങ് എന്തോ തെറ്റുണ്ടോ ഒരു ഡൗട്ട്. അത് പി ആണോ ഓയാണോ എന്ന് മനസ്സിലാവുന്നില്ല. കായാമ്പൂ ആയിരിക്കും കേട്ടോ. വണ്ണാൾ പാട്ടൊക്കെ കേട്ടില്ലേ, കായാമ്പൂ കണ്ണിൽ വിടരും എന്നൊക്കെ ഉണ്ട്. വയന, ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിമും ശാസ്ത്രീയ നാമമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായി മരം, നമുക്ക് കണ്ടിട്ട് എല്ലാ മരം ഒരുപോലെ ഇരിക്കുന്നു, വലിയ പിടുത്തമില്ല. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ടൈം പാസ് ചെയ്യാനായിട്ടൊക്കെ പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ, ഫോണൊക്കെ ചാർജ് ചെയ്യാം. നമുക്ക് ടെൻറ്റിനകത്ത് പ്ലഗ് പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് 6:30 ഞാൻ പോയി റെഡി ആവട്ടെ, അല്ലെങ്കിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്. ഇനി സഫാരിക്ക് പോകുമ്പോൾ ഏതെങ്കിലും ആനിമൽസിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു.
ഇന്നലെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. ആനയെ ദൂരെ നിന്ന് മാത്രം കണ്ടു. കാരണം സങ്കടമായിപ്പോയി. നോക്കാം. സഫാരിക്ക് പോവാട്ടോ. സഫാരി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബസ്സിലാണ്. 11 പേരുണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജംഗിൾ ക്യാമ്പിൻ്റെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവി റൂട്ടിലാട്ടോ പോകുന്നത്. ഗവി ആനിമൽസിനെല്ലാം കിട്ടുമോ അറിയാം, നോക്കാം. ഇന്നലെ നമ്മൾ ഈ വഴി വന്നിട്ടാണ് ട്രക്കിന് മുകളിലോട്ട് കയറി പോയത്. ചെറിയൊരു ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ചാല്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. സൈറ്റിങ്സ് ഒക്കെ വരുമ്പോൾ ഇവർ നിർത്തി തരും എന്നാണ് പറഞ്ഞത്. വെള്ളിലെ പൂത്ത് നിൽക്കണത്. സ്ഥിരം സ്പോട്ട് ഉണ്ടോ? ആനിമൽസ് സ്ഥിരം വല്ല സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്പത്തുമ്പോൾ അവർ നിർത്തി തരുമായിരിക്കും കാണാൻ വേണ്ടി. നമ്മൾ വലിയൊരു കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു സിംഹവാലൻ കുരങ്ങിനെ മാത്രം കണ്ടിട്ടുള്ളൂ. ഫോറസ്റ്റ് ഇത് ഗവി റൂട്ടാട്ടോ. വള്ളപ്പുറകിൽ നിന്ന് ഗവി റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നാട്. സ്കൈ കുറച്ചേ കാണാൻ, ഫുള്ള് ട്രീസാണ്. നമ്മൾ പോയിട്ടൊരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ അവിടെ ഇറങ്ങി. കളരടിച്ചാൻ സെക്ഷൻ, വള്ളക്കടവ് റേഞ്ച്, പെരിയാർ ടൈഗർ റിസർവ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആനിമൽസിനെ കണ്ടിട്ടില്ല ഇതുവരെ. സിംഹവാലൻ പറഞ്ഞ്
സിംഹവാലം കുരങ്ങ് വന്നാൽ മൂന്നാല് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒളിച്ചിരിക്കല്ലേടാ, ഇവിടെ വാ. മുകളിൽ ഇരിക്കുന്നു. മുകളിൽ അവിടെ ഒരുത്ത ഇരിപ്പുണ്ട്, അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുക. ഇവര് മനുഷ്യരടുത്തേക്ക് വരില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ദൂരെ ദൂരെ. ബൈ ബൈ. കിളികളൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. കുരങ്ങനെ കാണാനുള്ള ഭാഗ്യമുള്ളെന്ന് തോന്നുന്നു, അറിയത്തില്ല. മാനിനെ പോലും കണ്ടില്ല, മയില് ഒന്നിനെയും കണ്ടിട്ടില്ല. വാവ്. കണ്ടോ മലയാള കോടയൊക്കെ ഇറങ്ങിയേക്കും. നമ്മളൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാട് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. വേണ്ട മലകളും ഇത്രയും പേര് നമ്മള് സഫാരിക്ക് വന്ന. അവിടെ സൂര്യൻ. ഇതാ നമ്മളെ വന്ന ബസ്. നമ്മള് സഫാരിക്ക് വന്ന ബസ്സായത് കണ്ടോ. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ബസ്സാണ്. കാടിന്റെ അവിടെ നമ്മളെ ഇറക്കിയില്ല, അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അതില് കാട്ടുപോത്തിന്റെ പടം, ഇതില് പടമൊക്കെ കണ്ടോളൂ, നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റിയില്ല. കാട്ടുപോത്തിന്റെ പടമൊക്കെ ഇതില്, ആനയുടെ പടമൊക്കെ, അല്ലാണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് നമ്മളിവിടെ നിർത്തി, ഇത് ഇറങ്ങി. ഇതുണ്ടോ, നമ്മൾ തിരിച്ചു കയറുവാണ്. ഇവിടത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവും. അടുത്ത ബസ് വന്നിട്ടുണ്ട്. ആ ബസ്സിൽ കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കയറാൻ പോവാം. വലിയ ആൾക്കാർ വന്നു. നമ്മളെ തിരിച്ചു പോവല്ല കേട്ടോ, നമ്മൾ നേരെയാ പോകുന്നത്. അപ്പൊ ഇനിയുണ്ടെന്ന് തോന്നുന്നു സഫാരി. 1.5 മണിക്കൂറാണ് പറഞ്ഞത്. അത് ഈ റൂട്ട് പോയിട്ട് വേറെ വരുമോ അതറിഞ്ഞൂടല്ലോ. അവര് ദൂരെ മറ്റേ ബസ്സും ആൾക്കാരും അങ്ങ് ദൂരെ കണ്ടോ, മറ്റേ ആൾക്കാർ ബസ്സൊക്കെ നിൽക്കണം. KSCB ലിമിറ്റഡ് ശബരിഗിരി ഗവി ഡാമാണ് കേട്ടോ ഇത്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയതാ.
ബസ് അവിടെ നിർത്തി, നമ്മളിറങ്ങി ക്രോസ് ചെയ്യാം. ഏതോ ഒരു കിളി പറന്നുകൊണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുക. പോണ വഴിക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അവിടെ ബോട്ടൊക്കെ ഉണ്ട്, ബോട്ട് കിടക്കുന്നു. ഇവിടെ ബോട്ടിങ് ഉണ്ടെന്നുള്ളത് വേണ്ട, ബോട്ട് ബോട്ടിങ്ങുള്ള സ്പേസ് ആണ്. ആണോ? ഇത് നമ്മുടെ ഒരു സായിപ്പ് നിൽക്കുന്നു, ആള് കറങ്ങാൻ വന്നാന്ന് തോന്നുന്നു. ഇവിടെ ബോട്ടിങ് ഉള്ളതാണ്, ബോട്ട് കിടക്കണ്ട്. ഇവിടെ എന്തോ പാർക്ക് പോലെയല്ലേ. ഇത് നോക്കി, വലിയൊരു ചെടി, ബോട്ടിനകത്ത് ചെടിയാട്ടെ. നമ്മളിങ്ങനെ നടന്നു വന്ന മുൾച്ചെടി നോക്കി, ഇതുണ്ടോ? ഇവിടെ ഒരു ഇതുണ്ട്, ശില്പം, എന്തോ ഒരു സംഭവം. ഇവിടെ എന്താണ്? എക്കോ ടൂറിസം. ഇതിൽ കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ അല്ല ഇതില്. ആഹാ, ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. എക്കോ ടൂറിസം ഓഫീസ്. അവിടെ നിന്ന് ബോട്ടിംഗ് ഉണ്ടോ? ആ, ഓ, പാക്കേജ് ബുക്ക് ചെയ്തവർക്ക് മാത്രം. ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടെ. ഇവിടെ ഈ ചെടിയുടെ പേരാണോ? സ്കാർലെറ്റ് ക്ലോക്ക് വൈൻ. ഓ, സ്കാർലെറ്റ് ക്ലോക്ക് വൈൻ എന്ന് പറഞ്ഞ ചെടിയാണ് ഈ കാണാൻ. കണ്ട പന്തൽ പോലെ കെട്ടിയാണ്. ഇതുണ്ടോ? ഇതാണ് ആ സ്കൾപ്ചർ. അവിടെ എന്തോ സംഭവം, ഒരു ലൈറ്റ് നോക്കി. ലൈറ്റ് ഒക്കെ ഇടുന്നു. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ബോട്ടിങ് അവിടെയാണ്. നോ സ്മോക്കിംഗ്. ഇവിടെ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതെവിടെയാണ് പുഴ? കണ്ട, ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. പാരഡൈസ് ട്രീ. ഇതാണ് പാരഡൈസ് ട്രീ. ഇവിടെ ബോട്ടിങ്. മുള നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറും. ഓഫീസിൻ്റെ ഇവിടെ ചന്ദനത്തടി, സാൻഡൽ പൗഡർ, സാൻഡൽ വുഡൊക്കെ കിട്ടും. അത് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാ. വേഴാമ്പലിൻ്റെ നല്ല സ്മെല്ലല്ലേ. മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ടല്ലോ, കേരള സാൻഡൽ സോപ്പ്. ചന്ദനത്തേൽ, ലെമൺ ഗ്രാസ് ഓയിൽ, കോഫി പൗഡറൊക്കെ ആണ്. പെപ്പർ. നമ്മളവിടെ കയറിയിട്ട് പുൽത്തൈലവും കേരള സാൻഡൽ സോപ്പ്. സാർ നമ്മൾ മൈസൂർ സാൻഡൽ സോപ്പല്ലേ മേടിക്കാറ്, ഇപ്പം കേരള സാൻഡൽ സോപ്പ് കിട്ടി. സാൻഡലിനൊക്കെ നല്ല വിലയാണ്. ഇപ്പോൾ ജീപ്പിൽ കുറേ ആൾക്കാരുണ്ട്, ജീപ്പ് സഫാരി. ഇവിടെ പാക്കേജാണ് അതിനകത്ത്. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറുക. ഇപ്പം അവിടെ പാക്കേജാണ്, ബോട്ടിങ് അങ്ങനെ ഉണ്ടോ. ട്രക്കിങ് ഇല്ലാന്ന് തോന്നുന്നു. ഒരു കേഴമാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് വണ്ടി വന്നുകൊണ്ട് പേടിച്ചോടി താഴേക്ക് ഇറങ്ങി.
പോയി, കിട്ടിയില്ല. സ്കുറൽ, ജയൻ സ്കുറൽ. മരം നോക്കി. കോഴിക്കാണം. മുകളിൽ ഫോറസ്റ്റ് ഓഫീസാണ്. കോഴിക്കാണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജീപ്പ് സഫാരി പോയ ആൾക്കാരാണ് അത്. ജീപ്പിലുണ്ട് സഫാരി, അത് വേറെ പാക്കേജാന്ന് തോന്നുന്നു. ഞാനൊരു അമ്പലം കണ്ടായിരുന്നു. അമ്പലം മീൻസ് ഒരു സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. കുറച്ച് കല്ലൊക്കെ പാകി അവിടെ പൂജ, പൂവോ അതൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പം അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പം അത് നോക്കുക, പക്ഷെ കാണുന്നില്ല. കഴിഞ്ഞു പോയോന്നറിയത്തില്ല. നാരോ ബ്രിഡ്ജ്. ഇവിടെ കൊമ്പനിപ്പൂവൊക്കെ നിൽക്കും. വെള്ളില ഒരുപാടുണ്ട്. വെള്ളില പൊട്ടിയിട്ടുണ്ട്. വലിയൊരു കാട്ടുപന്നി കിടക്കണ വയ്ക്കത്. മണ്ണ് കുഴിച്ച് അതിനകത്ത് കിടക്കുക. നമ്മുടെ കൊങ്ങണിപ്പൂ നിൽക്കുന്നു. അങ്ങനെ നമ്മള് സഫാരി ഉണ്ട് വന്നിട്ടുണ്ട്. കണ്ട ബസ്സിൽ ഒന്ന് ഇറങ്ങി. ഈ കടുവ കണ്ടില്ലെന്ന് ആരും പരാതി പറയരുത്. ഇതാ കടുവ. ഈ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ പെരിയാർ ജംഗ്ഷനിൽ നിന്ന് നമ്മളിവിടെയാണ് വന്നത്. പെരിയാർ ടൈഗർ റിസർവ് വെൽക്കംസ് യു. ഇവിടെ ഉണ്ട് ഒരു കടുവ. ഇത് ചെക്ക് പോസ്റ്റ്. നമ്മള് ജീപ്പ് സഫാരി കഴിഞ്ഞ് വന്ന്, ജീപ്പല്ല ബസ് സഫാരി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമ്മളിപ്പോൾ പാക്കേജ് എടുത്ത് വന്ന കാരണം ഓൾറെഡി ടിക്കറ്റ് എടുത്തില്ല. അല്ലാതെ വരുന്നവർക്ക് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇൻഫർമേഷൻ സെൻറ്റർ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. ഇതാണ് നമ്മൾ പോയിട്ട് അവിടെ ബേഡ് വാച്ചിങ് ഉണ്ട്. പിന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് തേക്കടി ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതാണ് തേക്കടിയിൽ ബോട്ടിങ്. മൂന്ന് മണിക്കാണ് ബോട്ടിങ്ങിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളതിന് പോകുന്ന എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു, പൈസ കൊടുത്ത് വന്നാൽ പിന്നെ അതുകൂടെ പോകാലോ എന്ന് വിചാരിച്ചു. ഇവിടെ ചെടിയൊക്കെ നമ്മുടെ അമ്പലവാസിപ്പൂവ്. പണ്ട് വീട്ടിലൊക്കെ കുറേ ഉണ്ടായി, ഇപ്പം അത് കാണുന്നില്ല, വീട്ടിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേയുടെ അങ്ങോട്ട് പോവുക. ഹായ്, എവിടെ പോവാ? വീട്ടിൽ പോവാണോ? ആ, എന്തുണ്ട് വിശേഷം? സുഖാണോ? സ്കൂളിൽ പോയല്ലേ? സ്കൂളില് പേരെന്താ? ആര്യോ? ആര്യ. മോളുടെ പേരോ? അനീഷ. അവ മോന്റെ പേരെന്നാ? അച്ചു. വീട് എവിടെയാ? വള്ളക്കടവോ?
അപ്പൊ നിങ്ങൾ എവിടെ പോയതാ ഇപ്പം? വെറുതെ നടക്കാൻ പോയതാണോ? 3 പിള്ളേര് വന്ന്. നല്ല രസം നിങ്ങളുടെ മഞ്ഞ കാണാൻ. അപ്പൊ ചുമ്മാ വീഡിയോ എടുത്താ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ്. എൻ്റെ കാലേ അട്ട കടിച്ചായിരുന്നു. ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ കടിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കാല് ചെരുപ്പയിലൊട്ടണ് നോക്കിയപ്പോൾ ചോര വന്നിരിക്കുന്നു. ഇവിടെ ആട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇവിടെ തന്നെയാന്ന് തോന്നുന്നു ബേർഡ് വാച്ചിങ്. ഇവിടെ പൊക്കത്തൊക്കെ എന്തോ ബേർഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മഞ്ഞപ്പൂവുള്ള മരങ്ങളുണ്ട് അവിടെ, മഞ്ഞപ്പൂ. അതിലെന്തോ ബേർഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്യാമറ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്, അവിടെ എന്തോ അറിയില്ല. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വള്ളക്കടവ് ഡോർമെട്രിയാണ്. ഇതെവിടെ ജംഗിൾ ക്യാമ്പിൻ്റെ ബോർഡ് വെച്ച